നമസ്കാരം കൂട്ടുകാരെ, Q&A സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന 2017 നടന്ന ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ എന്ന പരീക്ഷയിലെ കുറച്ച് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുള്ളത് പ്ലേലിസ്റ്റാക്കി ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കയറി നോക്കണം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 1 nibble is equal to എത്രയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ 2 ബിറ്റ്, ഓപ്ഷൻ ബി 4 ബിറ്റ്, ഓപ്ഷൻ സി 8 ബിറ്റ്, ഓപ്ഷൻ ഡി 16 ബിറ്റ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 4 ബിറ്റാണ്. ഒരു നിബിൾ എന്നറിയപ്പെടുന്നത് 4 ബിറ്റാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങൾ നോക്കാം. സ്മോളസ്റ്റ് മെമ്മറി യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ, അതാണ് ബിറ്റ്. കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റാണ് ബിറ്റ്. മെമ്മറി ഓഫ് എ കമ്പ്യൂട്ടർ യൂഷ്വലി മെഷേർഡ് ഇൻ ബൈറ്റ്സ്, എന്നാൽ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി സാധാരണ അളക്കുന്നത് ബൈറ്റ്സിലാണ്. ബിറ്റ് സ്റ്റാൻഡ് ഫോർ ബൈനറി ഡിജിറ്റ്, ബൈനറി ഡിജിറ്റിൻ്റെ ഷോർട്ട് ഫോമാണ് ബിറ്റ്. ബൈനറി നമ്പർ കൺസിസ്റ്റ് ഓഫ് സീറോസ് ആൻഡ് വൺസ്, ബൈനറി നമ്പറിൽ 0ഉം 1ഉം ചേർന്നാണ് ബൈനറി നമ്പർ എന്ന് പറയുന്നത്. സ്മോളസ്റ്റ് യൂണിറ്റ് വിച്ച് എ കമ്പ്യൂട്ടർ ക്യാൻ പ്രോസസ് ഈസ് കോൾഡ് ബിറ്റ്, കമ്പ്യൂട്ടറിന് പ്രോസസ്സ് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ യൂണിറ്റാണ് ബിറ്റ്. 1 nibble ഈസ് ഈക്വൽ ടു 4 ബിറ്റ്സ്, 1 ബൈറ്റ് ഈസ് ഈക്വൽ ടു 8 ബിറ്റ്. ഈ രണ്ട് പോയിൻറ്റും PSC മിക്കവാറും ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് വരുന്നതാണ്. 1 nibble ഈസ് ഈക്വൽ ടു 4 ബിറ്റ്സ്, 1 ബൈറ്റ് ഈസ് ഈക്വൽ ടു 8 ബിറ്റ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. സ്ലീപ്പ് ഇൻ കമ്പ്യൂട്ടർ റെഫർ ടു റീസ്റ്റാർട്ട് ദ കമ്പ്യൂട്ടർ ഇൻ സേഫ് മോഡ്, റീസ്റ്റാർട്ട് ദ കമ്പ്യൂട്ടർ ഇൻ നോർമൽ മോഡ്, ഷട്ട് ഡൗൺ ദ കമ്പ്യൂട്ടർ ടെർമിനേറ്റിംഗ് ഓൾ ദ റണ്ണിങ് ആപ്ലിക്കേഷൻ, ഷട്ട് ഡൗൺ ദ കമ്പ്യൂട്ടർ വിത്തൗട്ട് ക്ലോസിംഗ് ദ റണ്ണിങ് ആപ്ലിക്കേഷൻ. നമ്മുടെ കമ്പ്യൂട്ടറിൽ റണ്ണിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാതെ തന്നെ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുന്നതിനാണ് സ്ലീപ്പ് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലീപ്പ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ മൊത്തമായിട്ട് ഓഫ് ചെയ്യുമല്ല, നമ്മൾ മൗസ് അനക്കോ അല്ലെങ്കിൽ കീബോർഡിലെ സ്വിച്ച് ഞെക്കോ സ്ലീപ്പ് മോഡിലിട്ടിട്ട് കമ്പ്യൂട്ടർ ഓഫ് ആകുന്നതിൽ വരും. അതിനുശേഷം നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മൗസ് അനക്കോ അല്ലെങ്കിൽ കീബോർഡിലെ സ്വിച്ച് ഞെക്കോ ചെയ്താൽ കമ്പ്യൂട്ടർ വീണ്ടും ഓണായിട്ട് വരും. അപ്പോൾ ഈ നമ്മുടെ പുറകിലുള്ള റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ ക്ലോസ് ആകാതെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ് ബൂട്ടിങ്. ബൂട്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും പ്രോഗ്രാം കമ്പ്യൂട്ടർ ലോഡായി വരുന്നതിനാണ് നമ്മൾ ബൂട്ടിങ് എന്ന് പറയുന്നത്. അടുത്ത കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ. കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ എന്ന് പറഞ്ഞാൽ December 2, കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ November 30, ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി ഡേ February 6, പിന്നെ അടുത്ത് വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ഡേ May 17. അപ്പോൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡേ വരുന്നതാണ്, സാധാരണ PSCക്ക് ചോദിച്ച് കാണുന്നതാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ എന്ന് പറയുന്നത് December 2, കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ November 30, ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി ഡേ February 6, വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ഡേ May 17. അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം ഈ പറഞ്ഞ കാര്യങ്ങൾ. സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ക്ലോസ് ആക്കാതെ ഷട്ട് ഡൗൺ ചെയ്യുന്നതിനെയാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ലോഡിംഗ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ദ മെമ്മറി വെൻ കമ്പ്യൂട്ടർ ഈസ് സ്വിച്ച്ഡ് ഓൺ ഈസ് കോൾഡ് ബൂട്ടിംഗ്. അതായത് നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രോഗ്രാം കമ്പ്യൂട്ടർ ലോഡായി വരുന്നതിനെയാണ് നമ്മൾ ബൂട്ടിംഗ് എന്ന് പറയുന്നത്. അടുത്ത കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ December 2. കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ എന്ന് പറഞ്ഞാൽ December 2 ആണ്. ഈ ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണൊക്കെ ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കി വരുമ്പോൾ ഫോണിൻ്റെ ലോഗോ വന്നിട്ട് കുറച്ച് നേരം നിൽക്കത്തില്ലേ, അപ്പോൾ ആ പ്രോസസ്സിനാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോഗ്രാം അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോട്ട് കയറി വരുന്നതിനെയാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ November 30, ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി ഡേ February 6. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വേറെ ചോദ്യമാണ് വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ഡേ May 17. അടുത്ത ചോദ്യം നോക്കാം. ടു പ്രോസസ് ഡേറ്റ കമ്പ്യൂട്ടർ യൂസ്, കമ്പ്യൂട്ടർ ഒരു ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ കമ്പ്യൂട്ടർ ഏതൊക്കെ ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. ഹൈ ലെവൽ ലാംഗ്വേജ്, മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ഓൾ ദ എബവ്. അപ്പം ഇതിനകത്ത് ഓൾ ദ എബവ് ആണ് വന്നേക്കുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജ് ഓപ്ഷൻ ബി മെഷീൻ ലാംഗ്വേജ്, ഓപ്ഷൻ സി അസംബ്ലി ലാംഗ്വേജ്, ഓപ്ഷൻ ഡി ഓൾ ദ എബവ്. ഇതിൻ്റെ ഉത്തരം ഓൾ ദ എബവ് ആണ്. ടു പ്രോസസ് ഡേറ്റ കമ്പ്യൂട്ടർ യൂസ് ഓൾ ദ എബവ് ലാംഗ്വേജ്, അതായത് ഹൈ ലെവൽ ലാംഗ്വേജ്, മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. അനദർ നെയിം ഓഫ് മെഷീൻ ലാംഗ്വേജ് ഈസ് ലോ ലെവൽ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജിൻ്റെ വേറൊരു പേരാണ് ലോ ലെവൽ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജ് കൺസിസ്റ്റ് ഓഫ് ബൈനറി കോഡ്സ് സീറോസ് ആൻഡ് വൺസ്. ഈ മെഷീൻ ലാംഗ്വേജിൻ്റെ അകത്ത് ബൈനറി കോഡായ സീറോസും വൺസും ചേർന്നാണ് നമ്മൾ മെഷീൻ ലാംഗ്വേജ് ഉണ്ടാക്കുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് കമ്പ്യൂട്ടർ പ്രോഗ്രാം റിട്ടൺ ഇൻ ഇംഗ്ലീഷ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാം നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് C, ഫോർട്രാൻ, ജാവ, കോബോൾ. അപ്പം C എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ +2 കമ്പ്യൂട്ടർ സയൻസ് എടുത്തവർക്കറിയാം, നമ്മൾ പ്രോഗ്രാമിങ്ങിൻ്റെ അകത്ത് പഠിക്കുന്ന, നമ്മൾ ടൈപ്പ് ചെയ്താണ് പ്രോഗ്രാം കൊടുക്കുന്നത്. അത് ഇംഗ്ലീഷ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പം അത്തരം രീതിക്ക് ചെയ്യുന്ന ലാംഗ്വേജിനാണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് C, ഫോർട്രാൻ, ജാവ, കോബോൾ. വേൾഡ്സ് ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അഡ ലവ്ലേസ്.
ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് അഡാ ലവ്ലേസ്. ലാംഗ്വേജ് യൂസ്ഡ് ടു ഡെവലപ്പ് വെബ് പേജ്. വെബ് പേജ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ് HTML, ജാവാസ്ക്രിപ്റ്റ്, XML. അപ്പം വെബ് പേജുകൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളതാണ് HTML, ജാവാസ്ക്രിപ്റ്റ്, XML. HTML സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML ഫുൾ ഫോമാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. പിന്നെ only one language understood by computer is മെഷീൻ ലാംഗ്വേജ്. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരേ ഒരു ഭാഷയാണ് മെഷീൻ ലാംഗ്വേജ്. നമ്മൾ വേറെ ഏത് ഭാഷയിൽ എൻ്റർ ചെയ്ത് കൊടുത്താലും അത് മെഷീൻ ലാംഗ്വേജിലൂടെ കമ്പ്യൂട്ടർ കൺവേർട്ട് ചെയ്യും. അതിന് ശേഷമാണ് കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യുന്നത്. ലാംഗ്വേജ് യൂസ് ടു ഫോർ ബിസിനസ് ഡാറ്റ പ്രോസസ്സിംഗ്. കോബോൾ. ഈ കോബോൾ എന്നത് ബിസിനസ് ഡാറ്റയ്ക്ക് പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജാണ്. കോബോൾ എന്നത് ബിസിനസ് ഡാറ്റ പ്രോസസ്സിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജാണ്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. താഴെ തന്നിരിക്കുന്നതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സഫാരി, ഓപ്ഷൻ ബി ആൻഡ്രോയിഡ്, ഓപ്ഷൻ സി മാക്കിൻടോഷ്, ഓപ്ഷൻ ഡി ലിനക്സ്. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ സഫാരിയാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. സഫാരി ഈസ് ആൻ എക്സാമ്പിൾ ഫോർ വെബ് ബ്രൗസർ. സഫാരി എന്നതൊരു വെബ് ബ്രൗസറാണ്, ഓപ്പറേറ്റിംഗ് ലാംഗ്വേജ് അല്ല, വെബ് ബ്രൗസറാണ് സഫാരി. ഇപ്പോൾ ആൻഡ്രോയിഡ് എന്നൊക്കെ പറയാൻ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ എന്നൊക്കെ പറയത്തില്ലേ, ഫോണിൻ്റെ അകത്തുള്ള ഓപ്പറേറ്റിംഗ് ലാംഗ്വേജാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ്. മാക്കിൻടോഷ് എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മാക്കിൻടോഷ്. അതുപോലെ ലിനക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലത്തെ കമ്പ്യൂട്ടറിലൊക്കെ ഉള്ള ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ലിനക്സ്. വിൻഡോസ് ഒക്കെ പോലെ തന്നെ ഒരു കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ലിനക്സ്. അപ്പം സഫാരി ഈസ് ആൻ എക്സാമ്പിൾ ഫോർ വെബ് ബ്രൗസർ. സഫാരി എന്ന് പറയുന്ന ഒരു വെബ് ബ്രൗസറാണ്. വേൾഡ് ഫാസ്റ്റസ്റ്റ് വെബ് ബ്രൗസർ സഫാരിയാണ്. നേരത്തെ തന്നേക്കുന്ന ഒരു പോയിൻ്റാണ് വേൾഡ് ഫാസ്റ്റസ്റ്റ് വെബ് ബ്രൗസർ സഫാരി. സഫാരി വെബ് ബ്രൗസർ വാസ് ഡെവലപ്ഡ് ബൈ ആപ്പിൾ. ആപ്പിൾ ഡെവലപ്പ് ചെയ്തേക്കുന്ന വെബ് ബ്രൗസർ ഏതാണെന്ന് ചോദിച്ചാൽ സഫാരിയാണ്. പിന്നെ ഗൂഗിൾ ക്രോം എന്ന വെബ് ബ്രൗസർ ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഗൂഗിൾ തന്നെയാണ്. ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ ദാറ്റ് മാനേജ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയറിനെയൊക്കെ മാനേജ് ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒക്കെ ഉണ്ട്. കമ്പ്യൂട്ടറിൻ്റെ സ്പീക്കർ, കീബോർഡ്, മൗസ് എന്നൊക്കെ പറയുന്ന ഹാർഡ്വെയറാണ്, നമുക്ക് തൊട്ട് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. എന്നാൽ അല്ലാതെ കമ്പ്യൂട്ടറുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ മാനേജ് ചെയ്യുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പിന്നെ വേൾഡ് കോമൺലി യൂസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് വിൻഡോസ്. ലോകത്ത് എല്ലായിടത്തും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണമാണ് വിൻഡോസ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വാസ് ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. ഈ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത കമ്പനിയുടെ പേരാണ് മൈക്രോസോഫ്റ്റ്. പിന്നെ കുറച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണമാണ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, യുണിക്സ്, പിന്നെ ലിനക്സ്, ഉബുണ്ടു, MS-DOS. അതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ലിനക്സ് ഒക്കെ നമുക്ക് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള, സ്കൂളിലെ കമ്പ്യൂട്ടറിലൊക്കെ ലിനക്സ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ വിൻഡോസ് ഉണ്ട്, പിന്നെ മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, യുണിക്സ്, ലിനക്സ്, ഉബുണ്ടു, ഇതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം നോക്കാം. ഹൂ ആർ ദ ഫൗണ്ടർ ഓഫ് വാട്സപ്പ്. വാട്സപ്പിൻ്റെ ഫൗണ്ടേഴ്സിൻ്റെ പേരാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ബ്രയാൻ ആക്ടൺ, ടിം കുക്ക്. ഓപ്ഷൻ ബി ബ്രയാൻ ആക്ടൺ, മാർക്ക് സുക്കർബർഗ്. ഓപ്ഷൻ സി ബ്രയാൻ ആക്ടൺ, ജാൻ കോം. ഓപ്ഷൻ ഡി ജാൻ കോം ആൻഡ് ടിം കുക്ക്. അപ്പം ഇതിൻ്റെ ഓപ്ഷൻ സി ആണ് ഉത്തരം, ബ്രയാൻ ആക്ടൺ ആൻഡ് ജാൻ കോം. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നോക്കാം. ഫൗണ്ടർ ഓഫ് വാട്സപ്പ് ആർ ജാൻ കോം ആൻഡ് ബ്രയാൻ ആക്ടൺ. വാട്സപ്പിൻ്റെ ഫൗണ്ടറാണ് ബ്രയാൻ ആക്ടണും ജാൻ കോമും. വാട്സപ്പ് വാസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ജനുവരി 2010. വാട്സപ്പ് വന്നത് ജനുവരി 2010. ഫേസ്ബുക്ക് വാസ് ഡെവലപ്ഡ് ബൈ മാർക്ക് സക്കർബർഗ് ആണ് ഫേസ്ബുക്ക് ഡെവലപ്പ് ചെയ്തത്. ഫേസ്ബുക്ക് ലോഞ്ചസ് ഇറ്റ് സർവീസ് ഓൺ ഫെബ്രുവരി 4, 2004. 2004 ഫേസ്ബുക്ക് ആദ്യമായിട്ട് വന്നത്. അപ്പോൾ ഫേസ്ബുക്കൊക്കെ വന്ന വർഷം ചോദിച്ചിട്ടുള്ളതാണ്. 2004 ഫേസ്ബുക്ക് വന്നത്. ട്വിറ്റർ വാസ് ക്രിയേറ്റഡ് ബൈ മാർച്ച് 2006 ബൈ ജാക്ക് ഡോർസി. ഈ ട്വിറ്റർ ക്രിയേറ്റ് ചെയ്ത ആളുടെ പേരാണ് ജാക്ക് ഡോർസി. ഇതും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അത് ട്വിറ്റർ വന്നത് 2006 ക്രിയേറ്റ് ചെയ്ത് ജാക്ക് ഡോർസി. വിച്ച് അവാർഡ് ഈസ് നോൺ ആസ് ദ ഓസ്കാർ ഓഫ് ഇൻ്റർനെറ്റ്. വെബി അവാർഡ്. ഈ വെബി അവാർഡ് എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കമ്പ്യൂട്ടർ മേഖലയുമായി ബന്ധപ്പെട്ട അവാർഡാണ് വെബി അവാർഡ്. അപ്പം വിച്ച് അവാർഡ് ഈസ് നോൺ ആസ് ദ ഓസ്കാർ ഓഫ് ഇൻ്റർനെറ്റ് എന്ന് ചോദിച്ചാൽ വെബി അവാർഡാണ്. ഇൻ്റർനെറ്റിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡാണ് വെബി അവാർഡ്. അടുത്ത ചോദ്യം നോക്കാം. സോഫ്റ്റ്വെയർ that aims to gather information about a person or organization without their knowledge
that may send such information to another entity without consumer's consent or the asserts control over a device without the consumer knowledge. അതായത് നമ്മുടെ ഇതിപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മുടെ ഡേറ്റ എടുത്ത് വേറെ എവിടേക്കാണ് സെൻഡ് ചെയ്യുന്നത്. അതിന് പറയുന്ന പേരെന്താണെന്ന് ചോദ്യം. അതിൻ്റെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് സ്പൈവെയർ, ഓപ്ഷൻ ബി ഫിർംവെയർ, ഓപ്ഷൻ സി ട്രോജൻ ഹോഴ്സ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്പൈവെയർ. നമ്മളറിയാതെ നമ്മുടെ ഡേറ്റ ചോർത്തുന്നതിനാണ് സ്പൈവെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഫിഷിംഗ് ഈസ് ദ അറ്റംപ്റ്റ് ടു ഒബ്റ്റെയിൻ സെക്യൂരിറ്റി പാസ്വേഡ്, യൂസർ നെയിം, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഫോർ മലീഷ്യസ് റീസൺ. ഇപ്പം നമ്മുടെ സെക്യൂരിറ്റി പാസ്വേഡ് അല്ലെങ്കിൽ യൂസർ നെയിം, ക്രെഡിറ്റ് കാർഡിൻ്റെ വിവരങ്ങളൊക്കെ നമ്മളറിയാതെ ചോർത്തിയെടുക്കുന്നതിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഫിഷിംഗ് യോജിച്ചിട്ടുള്ള ചോദ്യമാണ്. ഫിഷിംഗ് ഈസ് ദ അറ്റംപ്റ്റ് ടു ഒബ്റ്റെയിൻ സെക്യൂരിറ്റി പാസ്വേഡ്, യൂസർ നെയിം, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഫോർ മലീഷ്യസ് റീസൺ. വേറെ എന്തെങ്കിലും ദുരുദ്ദേശത്തോടെ നമ്മുടെ സെക്യൂരിറ്റി പാസ്വേഡ്, യൂസർ നെയിം, ക്രെഡിറ്റ് കാർഡിൻ്റെ വിവരങ്ങളൊക്കെ കൈക്കലാക്കുന്നതിനാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. സൈബർ സ്ക്വാട്ടിംഗ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ക്രെഡിറ്റിംഗ് ഫേക്ക് വെബ്സൈറ്റ് ഫോർ മലീഷ്യസ് പർപ്പസ്. സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റൊക്കെ ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ വിവരങ്ങൾ കൈക്കലാക്കുന്നതിനാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. ഡാറ്റ ഡിഡിലിംഗ്. Data diddling is an unauthorized attempt to change the data before or during their input to a computer system. ഡാറ്റ ഡിഡിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് നമ്മൾ വിവരം ഇൻപുട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇൻപുട്ട് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ കൊടുക്കുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ കൊടുത്തതിന് ശേഷമോ ചേഞ്ച് ചെയ്യുക. അതിന് ഒരു ഉദാഹരണമാണ് ഇപ്പം നമ്മുടെ മാർക്ക് ലിസ്റ്റൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു വിഷയത്തിൻ്റെ മാർക്ക് കുറവാണെങ്കിൽ ഡാറ്റ ഡിഡിലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്ക് കൂടുതലിടും. ചോദിക്കുമ്പോൾ ക്രെഡിറ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നമ്മളൊരു ഇൻപുട്ട് ഡാറ്റ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് എഡിറ്റ് ചെയ്ത് കയറ്റുന്നതിനാണ് ഡാറ്റ ഡിഡിലിംഗ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചർ റെഫർ ടു ഡിജിറ്റൽ കോഡ് ടു വെരിഫൈ സെൻഡേഴ്സ് ഐഡൻറ്റിറ്റി. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഔദ്യോഗികമായിട്ട് ഒരാൾ വെരിഫൈ ചെയ്യുന്ന സെൻറ്ററിൻ്റെ ഒരു സിഗ്നേച്ചർ പോലെ തന്നെയാണ്. ഒരു ഡാറ്റ നമുക്ക് അയച്ചു തരുവാണെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ അത് ഒരു സെൻറ്റേഴ്സിൻ്റെ ഐഡൻറ്റിറ്റിയെ വെരിഫൈ ചെയ്യുന്നതാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. സെക്ഷൻ 5 ഓഫ് IT ആക്ട് 2000 റെഫർ ടു ലീഗൽ റെക്കഗ്നേഷൻ ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഈ ഡിജിറ്റൽ സിഗ്നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട IT ആക്ടിൻ്റെ സെക്ഷനാണ് സെക്ഷൻ 5. അതും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം സെക്ഷൻ 5 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഡിജിറ്റൽ സിഗ്നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. സെക്ഷൻ വിച്ച് പ്രൊവൈഡ് പണിഷ്മെൻറ്റ് ഫോർ സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ് ത്രൂ കമ്മ്യൂണിക്കേഷൻ സർവീസ്. അപ്പോൾ സെക്ഷൻ വിച്ച് പ്രൊവൈഡ് പണിഷ്മെൻറ്റ് ഫോർ സെൻഡിങ് ഒഫൻസീവ് മെസ്സേജ് ത്രൂ കമ്മ്യൂണിക്കേഷൻ സർവീസ്. സെക്ഷൻ 66A, ബി എന്ന് പറഞ്ഞ സെക്ഷൻ 66B, സി ഓപ്ഷൻ സെക്ഷൻ 66C, ഡി ഓപ്ഷൻ സെക്ഷൻ 66D. ഇതിൻ്റെ ഉത്തരം എ ആണ്, സെക്ഷൻ 66A. അപ്പം ഇത് നമുക്ക് ബാക്കി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. IT ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ 2000 ജൂൺ 9. അപ്പോൾ IT ആക്ട് വന്ന് 2000 ജൂൺ 9-നാണ്. IT ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 17 ഒക്ടോബർ 2000. അതായത് 2000 ഒക്ടോബർ 17-നാണ് IT ആക്ട് നിലവിൽ വന്നത്. അപ്പോൾ IT ആക്ട് പാസ്സായതെന്നാന്ന് ചോദിച്ചാൽ 2000 ജൂൺ 9, നിലവിൽ വന്ന 2000 ഒക്ടോബർ 17. പിന്നെ ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതി എടുത്തു കളഞ്ഞ ഒരു IT ആക്ട് സെക്ഷനാണ് 66A. പിന്നെ സെക്ഷൻ 66 എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പറയുന്ന ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 66. 66B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവിങ് സ്റ്റോളൻ കമ്പ്യൂട്ടർ ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. അപ്പോൾ മോഷ്ടിച്ച കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങളോ കൈവശം വെക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പാണ് സെക്ഷൻ 66B. സെക്ഷൻ 66F. 66F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ടെററിസമാണ്. 66F. 67A. സെക്ഷൻ 67A എന്ന് പറയുന്നത് പ്രോണോഗ്രഫി. സെക്ഷൻ 67A പ്രോണോഗ്രഫി. അത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്ഷൻ 67A എന്ന് പറഞ്ഞാൽ പ്രോണോഗ്രഫി. സെക്ഷൻ 67B എന്ന് പറഞ്ഞാൽ ചൈൽഡ് പ്രോണോഗ്രഫി. സെക്ഷൻ 67B എന്ന് പറഞ്ഞാൽ ചൈൽഡ് പ്രോണോഗ്രഫി. അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം. IT ആക്ട് പാസ്സായത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2000 ജൂൺ 9. IT ആക്ട് നിലവിൽ വന്നത് എന്നാണെന്ന് വെച്ചാൽ 2000 ഒക്ടോബർ 17. പിന്നെ ഈ അടുത്തിടെ സുപ്രീം കോടതി എടുത്തു കളഞ്ഞ IT ആക്ടിലെ സെക്ഷനാണ് 66A. പിന്നെ 66 പൊതുവെ പറയുന്ന ഹാക്കിങ്ങിൻ്റെ സെക്ഷനുമായി ബന്ധപ്പെട്ടാണ് 66. 66B എന്ന് പറഞ്ഞാൽ റിസീവിങ് സ്റ്റോളൻ കമ്പ്യൂട്ടർ ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ അതുമായിട്ട് അനുബന്ധ ഉപകരണങ്ങളോ മോഷ്ടിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ റിസീവ് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 66B. ഇനി 66F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ടെററിസം.
സെക്ഷൻ 67A. 67A എന്ന് പറഞ്ഞ പ്രോണോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ടാണ്. സെക്ഷൻ 67B ചൈൽഡ് പ്രോണോഗ്രഫി. അടുത്ത ചോദ്യം നോക്കാം. IBM സ്റ്റാൻഡ്സ് ഫോർ. IBMൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം IBMൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചേക്കുന്നത്. ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് മിഷൻ, അതാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി ഇൻ്റേണൽ ബിസിനസ് മിഷൻ. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഇന്ത്യൻ ബിസിനസ് മിഷൻ. ഓപ്ഷൻ ഡി ഇൻ്റർനാഷണൽ ബിസിനസ് മിഷൻ. അപ്പോൾ നമ്മളിത് വളരെ ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മാറിപ്പോവും. അപ്പം ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ബിസിനസ് മിഷനാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, ഇൻ്റർനാഷണൽ ബിസിനസ് മിഷൻ. IBM ഒക്കെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. IBMൻ്റെ ഫുൾ ഫോമാണ് ഇൻ്റർനാഷണൽ ബിസിനസ് മിഷൻ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ASCII എന്നതിൻ്റെ ഫുൾ ഫോമാണ് ASCII. അതാണ് ASCIIയുടെ സ്പെല്ലിങ്. അതിൻ്റെ ഫുൾ ഫോമാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ASCIIയുടെ ഫുൾ ഫോമാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അടുത്തത് BIOS, BIOS. BIOSൻ്റെ ഫുൾ ഫോമാണ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അപ്പം BIOS എന്നതിൻ്റെ ഫുൾ ഫോമാണ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അടുത്ത വൈറസ്, VIRUS. വൈറസിൻ്റെ ഫുൾ ഫോമാണ് വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ്. വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സസ് അണ്ടർ സീജ്. അടുത്ത PDF, പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ്. PDFൻ്റെ ഫുൾ ഫോമാണ് പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ്. അടുത്ത URL എന്നതിൻ്റെ ഫുൾ ഫോമാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഇത് നമ്മൾ നോക്കേണ്ട ഒരു ചോദ്യമാണ്. അവർ യൂണിഫോം റിസോഴ്സിന് പകരം വേറെയൊക്കെ തരും. റിസോഴ്സ് അല്ലെങ്കിൽ റൈറ്റ് എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ തരും. URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അതുപോലെ യുവിൻ്റെ സ്ഥാനത്ത് യൂണിവേഴ്സൽ എന്നൊക്കെ തരും. യൂണിവേഴ്സൽ റിസോഴ്സ് ലൊക്കേറ്റർ എന്നൊക്കെ തരും. അതായത് ഈ 2019 നടന്ന യൂണിവേഴ്സിറ്റി ടെസ്റ്റിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഈ URL. അപ്പോൾ അവരതിനെ യൂണിവേഴ്സൽ റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് തന്നിരുന്നത്. അപ്പം URL നോക്കണം. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് പറയുന്നത്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അത് USB, യൂണിവേഴ്സൽ സീരിയൽ ബസ്. USBയുടെ ഫുൾ ഫോമാണ് യൂണിവേഴ്സൽ സീരിയൽ ബസ്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. ASCIIയുടെ ഫുൾ ഫോമാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. BIOSൻ്റെ ഫുൾ ഫോമാണ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. വൈറസിൻ്റെ ഫുൾ ഫോമാണ് വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ്. PDFൻ്റെ ഫുൾ ഫോമാണ് പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ്. URLൻ്റെ ഫുൾ ഫോമാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. പിന്നെ USBയുടെ ഫുൾ ഫോമാണ് യൂണിവേഴ്സൽ സീരിയൽ ബസ്. പിന്നെ കമ്പ്യൂട്ടർ വിച്ച് സ്റ്റോർ ഡിഫറെൻറ്റ് വെബ് പേജ് ഈസ് കോൾഡ്. അപ്പോൾ കമ്പ്യൂട്ടർ വെബ് പേജുകൾ സൂക്ഷിച്ചു വെച്ചേക്കുന്ന സ്ഥലം എന്താണെന്ന് അറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം. കമ്പ്യൂട്ടർ വിച്ച് സ്റ്റോർ ദ ഡിഫറെൻറ്റ് വെബ് പേജ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ സർവീസ് പ്രൊവൈഡർ. ഓപ്ഷൻ ബി വെബ് ബ്രൗസർ. ഓപ്ഷൻ സി വെബ് സെർവർ. ഓപ്ഷൻ ഡി ടെർമിനൽ. അപ്പോൾ വെബ് പേജ് ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കുന്നത് വെബ് സെർവറിലാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. വെബ് സെർവർ ഈസ് എ ഡിവൈസ് ദാറ്റ് ഡെലിവർ വെബ് പേജ് ടു അനദർ ഡിവൈസ്. നമ്മുടെ ഈ ഫോണിലൊക്കെ ഓരോ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ വെബ് സെർവറിൽ നിന്നാണ് നമുക്ക് വെബ് പേജ് ഓരോന്നോരോന്ന് എടുക്കാം. നമ്മുടെ ഫോണിലോട്ടൊക്കെ നമ്മൾ നെറ്റൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ വെബ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ് പേജ് ഈസ് എ സിമ്പിൾ ഡോക്യുമെൻറ്റ് ഡിസ്പ്ലേബിൾ ബൈ എ ബ്രൗസർ. നമ്മളൊരു ബ്രൗസർ വഴി കയറുമ്പോഴത്തേക്കും കാണുന്ന ആ പേജിനെയാണ് വെബ് പേജ് എന്ന് പറയുന്നത്. വെബ് പേജ് ആർ ക്രിയേറ്റഡ് ബൈ HTML ഓർ XML. നമ്മൾ മുമ്പേ പഠിച്ചായിരുന്നു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ എടുക്കുന്ന ലാംഗ്വേജ് HTMLും XMLും. അപ്പം വെബ് പേജ് തയ്യാറാക്കിക്കൊണ്ടുവന്ന ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചാൽ HTMLും XMLും ഒക്കെ ഉപയോഗിച്ചാണ് വെബ് പേജ് തയ്യാറാക്കുന്നത്. പിന്നെ അടുത്ത വേറൊരു ചോദ്യമാണ്. ഒരു ബുക്കിൻ്റെ പേരാണ് ചോദിക്കുന്നത്. വിഷൻ, വാല്യൂ ആൻഡ് വെലോസിറ്റി എന്ന ബുക്ക് എഴുതിയത് ആരാണെന്നാണ്. സാം പിത്രോഡ എന്ന ആളാണ് വിഷൻ, വാല്യൂ ആൻഡ് വെലോസിറ്റി എന്ന ബുക്ക് എഴുതിയത്. അടുത്ത വേറൊരു ബുക്കിൻ്റെ പേരാണ് വൺ നൈറ്റ് അറ്റ് കോൾ സെൻറ്റർ എന്ന ബുക്ക് എഴുതിയത് ചേതൻ ഭഗത്താണ് വൺ നൈറ്റ് അറ്റ് കോൾ സെൻറ്റർ എന്ന ബുക്ക് എഴുതിയത്. അപ്പോൾ രണ്ട് ബുക്ക് ഒന്നുകൂടെ നോക്കാം. വൺ നൈറ്റ് അറ്റ് കോൾ സെൻറ്റർ എന്ന ബുക്ക് എഴുതിയത് ചേതൻ ഭഗത്തും വിഷൻ, വാല്യൂ ആൻഡ് വെലോസിറ്റി എന്ന ബുക്ക് എഴുതിയത് സാം പിത്രോഡയുമാണ്. പിന്നെ വെബ് പേജ് തയ്യാറാക്കിയ ലാംഗ്വേജ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HTMLും XMLുമാണ്. അടുത്ത ചോദ്യം നോക്കാം. വെരി ഹൈ സ്പീഡ് സെമി കണ്ടക്ടർ മെമ്മറി വിച്ച് ക്യാൻ സ്പീഡ് അപ്പ് CPU ഈസ്. CPUവിനെ നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റിയ സെമി കണ്ടക്ടർ മെമ്മറി ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ മെയിൻ മെമ്മറി. ഓപ്ഷൻ ബി ക്യാച്ച് മെമ്മറി. ഓപ്ഷൻ ഡി പ്രൈമറി മെമ്മറി. ഓപ്ഷൻ ഡി സെക്കൻഡറി മെമ്മറി. അതിൻ്റെ ഉത്തരം ക്യാച്ച് മെമ്മറി ആയ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അപ്പം ഒന്നുകൂടെ വായിക്കാം. ദ വെരി ഹൈ സ്പീഡ് സെമി കണ്ടക്ടർ മെമ്മറി വിച്ച് ക്യാൻ സ്പീഡ് അപ്പ് CPU ഈസ് ഓപ്ഷൻ ബി ക്യാച്ച് മെമ്മറി. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. 2 ടൈപ്പ് ഓഫ് പ്രൈമറി മെമ്മറി ആർ റാം ആൻഡ് റോം. റാമും റോമും എന്തുതരം മെമ്മറിയാണെന്ന് ചോദിക്കും.
അത് പ്രൈമറി മെമ്മറിയാണ്. റാമിൻ്റെ ഫുൾ ഫോമാണ് റാൻഡം ആക്സസ് മെമ്മറി. റാമിൻ്റെ ഫുൾ ഫോമാണ് റാൻഡം ആക്സസ് മെമ്മറി. ഇറ്റ് ഈസ് റീഡ് റൈറ്റ് മെമ്മറി ആൻഡ് കണ്ടൻറ്റ് സ്റ്റോർഡ് ഇൻ റോം റിമെയിൻ ദെയർ ഈവൻ കമ്പ്യൂട്ടർ ഈസ് ടേൺഡ് ഓഫ്. അതായത് കമ്പ്യൂട്ടർ നമ്മൾ ഓഫ് ചെയ്താലും അതിൻ്റെ അകത്ത് കണ്ടൻറ്റ് നിൽക്കുന്നതാണ് റോം എന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറിയാണ്. യൂസർ ക്യാനോട്ട് എഡിറ്റ് ദിസ് മെമ്മറി ആൻഡ് കണ്ടൻറ്റ് സ്റ്റോർഡ് ഇൻ റോം റിമെയിൻ ദെയർ ഈവൻ കമ്പ്യൂട്ടർ ഈസ് ടേൺഡ് ഓഫ്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി. ഇറ്റ് ഈസ് റീഡ് റൈറ്റ് മെമ്മറി. നമുക്ക് അതിലോട്ട് എഴുതാനും റൈറ്റ് ചെയ്യാനും പറ്റും, അതിൽ നിന്ന് റീഡ് ചെയ്യാനും പറ്റും. അതാണ് റാം. ഇനി അടുത്ത റോം എന്താണെന്ന് നോക്കാം. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറിയാണ് റോം. അപ്പോൾ യൂസർ ക്യാനോട്ട് എഡിറ്റ് ദിസ് മെമ്മറി, അതായത് നമുക്ക് ആ മെമ്മറിക്കകത്തുള്ള ഡേറ്റ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കണ്ടൻറ്റ് സ്റ്റോർഡ് ഇൻ ദ റോം റിമെയിൻസ് ദെയർ ഈവൻ ആഫ്റ്റർ ദ കമ്പ്യൂട്ടർ ഈസ് ടേൺഡ് ഓഫ്. കമ്പ്യൂട്ടർ ഓഫ് ആക്കിയാലും റോമിൽ സ്റ്റോർ ചെയ്തേക്കുന്ന മെമ്മറിക്ക് കുഴപ്പമൊന്നും വരത്തില്ല. അപ്പോൾ റാമിനകത്താണെങ്കിൽ കമ്പ്യൂട്ടർ ഓഫ് ആക്കി കഴിഞ്ഞാൽ പോകും, റോമിലാണെങ്കിൽ കമ്പ്യൂട്ടർ ഓഫ് ആക്കിയാൽ പോകത്തില്ല. അടുത്ത ക്യാച്ച് മെമ്മറി, ആൻ ആക്സിലറി മെമ്മറി ഫ്രം വിച്ച് ഹൈ സ്പീഡ് റിട്രൈവൽ ഈസ് പോസിബിൾ. നമുക്ക് വിവരങ്ങൾ കൈമാറാനായിട്ട് ഹൈ സ്പീഡിൽ സഹായിക്കുന്ന മെമ്മറിയാണ് ക്യാച്ച് മെമ്മറി. പിന്നെ സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി ഈസ് വെയർ ഓൾ പെർമനൻറ്റ് ഡേറ്റാസ് ആർ സ്റ്റോർഡ്. ലോങ് ടേം ഡേറ്റ എക്സാമ്പിൾ USB, ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, CD, DVD എക്സെട്ര. അതായത് സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പെൻ ഡ്രൈവ് ഒക്കെ കുത്തി നമ്മൾ ഇപ്പോൾ ഓരോ ഫയൽ നമ്മൾ പെൻ ഡ്രൈവിലൊക്കെ സേവ് ചെയ്ത് വെക്കത്തില്ലേ, അപ്പോൾ പെൻ ഡ്രൈവ് എന്നൊക്കെ പറയുന്നൊരു സെക്കൻഡറി മെമ്മറിയാണ്. ലോങ് ടേമിൽ നമുക്ക് വേറെ കമ്പ്യൂട്ടറിൽ നിന്ന് മാറ്റി നമ്മുടെ പെൻ ഡ്രൈവിലൊക്കെ സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ CD റൈറ്റ് ചെയ്ത് വെക്കുക എന്നൊക്കെ പറയുന്നത് സെക്കൻഡറി മെമ്മറിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. ക്യാച്ച് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് കൂട്ടുന്ന സെമി കണ്ടക്ടർ മെമ്മറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ക്യാച്ച് മെമ്മറി. പിന്നെ രണ്ട് ടൈപ്പ് ഓഫ് പ്രൈമറി മെമ്മറി ആണല്ലോ, റാം, റോം. റാമിൻ്റെ ഫുൾ ഫോമാണ് റാൻഡം ആക്സസ് മെമ്മറി. ഇറ്റ് ഈസ് എ റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി. നമുക്കതിലേക്ക് റീഡ് ചെയ്യുകയും ചെയ്യാം, അതിലോട്ട് റൈറ്റ് ചെയ്യുകയും ചെയ്യാം. അതാണ് റാം. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറിയാണ്. റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തെ പ്രോഗ്രാമൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ കറണ്ട് പോയി കഴിഞ്ഞാലും അതിൻ്റെ അകത്തെ പ്രോഗ്രാമിന് മാറ്റമൊന്നും വരത്തില്ല. അതാണ് റോം. പിന്നെ ക്യാച്ച് മെമ്മറി എന്ന് പറഞ്ഞാൽ ആൻ ഓക്സിലറി മെമ്മറി ഫ്രം വിച്ച് ഹൈ സ്പീഡ് റിട്രൈവൽ ഈസ് പോസിബിൾ. നമുക്ക് അതിലോട്ട് മെമ്മറി റൈറ്റ് ചെയ്യാനും പറ്റും, അതിൽ നിന്ന് ഹൈ സ്പീഡിൽ ഡാറ്റ എടുക്കാനും പറ്റും. അതാണ് ക്യാച്ച് മെമ്മറി എന്ന് പറയുന്നത്. ഈ ക്യാച്ച് മെമ്മറിക്ക് ഒരു ഉദാഹരണമാണ് നമ്മുടെ ഫോണൊക്കെ ഓരോ പ്രോഗ്രാം ക്ലോസ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കത്തില്ലേ, അപ്പം അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോണിൻ്റെ സ്പീഡ് കൂടുന്നത് കാണാം. അതായത് ഇങ്ങനെ നമ്മൾ എടുത്തതിൻ്റെ ചെറിയൊരു മെമ്മറി പോലെ കിടക്കുന്നതാണ് ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ക്യാച്ച് മെമ്മറി എന്ന് പറയുന്നത്. അടുത്ത സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി ഈസ് വെയർ ഓൾ ദ പെർമനൻറ്റ് ഡീറ്റെയിൽസ് ആർ സ്റ്റോർഡ്. എക്സാമ്പിൾ USB, ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, CD, DVD എക്സെട്ര. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തല്ലാതെ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് CD, DVD അല്ലെങ്കിൽ പെൻ ഡ്രൈവ് ഒക്കെ മുഖേന ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ